ഞാൻ 2 ദിവസം മുമ്പ് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു KSRTC ബസ്സിൽ നടന്ന ഈ ഒരു ഇഷ്യൂ, പുള്ളി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ഇതിനടിയിൽ 1-2 പേര് കമൻറ്റ് ചെയ്തു, നീയും റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ഇട്ടത്. നമ്മുടെ നാട്ടിൽ ഇതിലും സെൻസേഷൻ ആയിട്ടുള്ള കുറേ ന്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അക്കൗണ്ട് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ റീച്ച്, അത് ഈ ഒരു അക്കൗണ്ടിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരു 400-നുള്ളിലാണ്. 400-നുള്ളിലെന്ന് പറയുമ്പോൾ 400 തന്നെ ഇല്ല. അപ്പോൾ അത്രയും ചെറിയൊരു ചാനലിനകത്ത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ കാരണം, ഈ ഒരു ന്യൂസും പിന്നെ ഈ വീഡിയോയിലുള്ള പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള വേറെ പലരെയാണ്. ഈ പറഞ്ഞ ക്ലോസ് സർക്കിളിൽ പെടുന്ന ആൾക്കാരൊക്കെ വളരെ അവശരായി ജോലിയൊക്കെ കഴിഞ്ഞാണ് ബസ്സിൽ വരുന്നത്. അവർക്ക് ഈ KSRTC ട്രെൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ റീച്ചിനെ കുറിച്ചോ ഒന്നും വലിയ ധാരണയുള്ള ആൾക്കാരല്ല, കുറച്ച് പ്രായമായവരാണ്. അപ്പോൾ ഇന്ന് ഈ പുള്ളിക്ക് ഒരു തെറ്റും ചെയ്യാണ്ട് ആ ബസ്സിൽ നിന്നിട്ട് പോലും പുള്ളിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഈ ഒരു അവസ്ഥ വരുത്തില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പം അത് ഭയങ്കര അടിപൊളി റിയാക്ഷൻ വീഡിയോയും, നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നവർ ഇതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പം അത് റീച്ചിന് വേണ്ടിയിട്ടും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് അത്ര ശരിയല്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണം. ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പം പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യരുതെന്നാണ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞതും വേണ്ടപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്. അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാതെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് റിയലി സോറി. അത് അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ ആക്ച്വലി ആ വീഡിയോ ഇട്ടത്. എനിക്ക് അത്രത്തോളം വിഷമം തോന്നിയത് കൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.